ചില സ്ഥലങ്ങൾ അങ്ങനെയാ, ഒരിക്കൽ നമ്മൾ അവിടെ പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നും. അങ്ങനെ ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രത്തെ പൊന്മുടി. നമ്മുടെ ഹൈ റേഞ്ച്, നല്ല തണുത്ത കാലാവസ്ഥയും ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് പൊന്മുടി. പക്ഷെ പൊന്മുടിയിൽ പോകുമ്പം സീസൺ ടൈമിൽ തന്നെ പോകണം. അല്ലാത്ത സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ചൂടും വെയിലൊക്കെ ആയിരിക്കും, മഞ്ഞൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സാധാരണ പൊന്മുടി പോവാറുള്ള പകൽ സമയത്താണ്, പക്ഷെ ഇത്തവണ വൈകിട്ടാണ് യാത്ര തിരിച്ചത് തന്നെ, കാരണം അവിടെ സ്റ്റേ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറാൻ തുടങ്ങിയപ്പം ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മഞ്ഞൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ മുകളിലേക്ക് കയറും തോറും തണുപ്പും കൂടി കൂടി വന്നു. പിന്നെ ഫുൾ കോടമഞ്ഞ് വന്ന് നിറഞ്ഞു. അങ്ങനെ മഞ്ഞ് വന്ന് നിറഞ്ഞ് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്കായി. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ 2 കുഞ്ഞു മക്കളും ഉണ്ടായിരുന്നു. നേരെ ഇരുട്ടിയത് കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അധികം വണ്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും മുന്നിലുള്ള വഴി ഒന്നും കാണാത്ത അവസ്ഥയിലായിരുന്നു. സത്യം പറയാലോ, ആ സമയത്ത് നമ്മളെല്ലാവരും വണ്ടിയിൽ പേടിച്ചിട്ടായിരുന്നത്. എവിടെയെങ്കിലും തട്ടുമോ മുട്ടുമോ വണ്ടി കൊക്കയിലേക്ക് വീഴുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ ആ സമയത്ത് പറ്റിയില്ല. അവസാനം എങ്ങനെയൊക്കെയോ നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതായത് പൊന്മുടി ഗസ്റ്റ് ഹൗസിൽ എത്തി. നമ്മളവിടെ സുരക്ഷിതരായി എത്തിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അച്ഛനും മോനും കൂടെ ഫോട്ടോയ്ക്ക് പോസിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചെറുത് നേരെ പോയത് ബാൽക്കണിയിലേക്കായിരുന്നു. അവിടെ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തണുപ്പൊന്നും അവനൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പം അങ്ങ് ദൂരെ കുട്ടികളുടെ പാർക്ക് അവൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ചെറിയ കുട്ടികളുടെ പാർക്കാണ്. അപ്പം എന്നോട് ചോദിച്ചു, അവിടെ കുട്ടികളുണ്ടോ എന്ന്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങുകയും ചെയ്തു.